മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ ആണെന്ന് ഞാൻ പറയും. കാരണം സ്പൈഡർമാൻ ശക്തനായതുകൊണ്ടല്ല, പകരം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളെയും പ്രതിസന്ധികളെയും അവൻ നേരിടുന്ന രീതികൾ കണ്ടിട്ടാണ്. MCUവിലെ ഓൾമോസ്റ്റ് മിക്ക സൂപ്പർ ഹീറോസിനും അവർ ഏറെ സ്നേഹിക്കുന്നവരെ അവർക്ക് നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ അവർ ഓരോരുത്തരും ആ നഷ്ടങ്ങളെ കൈകാര്യം ചെയ്ത രീതി വ്യത്യസ്തമായിട്ടായിരുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, വാണ്ട മാക്സിമോഫിന് വിഷനെ നഷ്ടപ്പെടുന്ന സമയത്ത് വിഷനുമൊത്ത് തന്റെ കുട്ടികളോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്താൽ ഹെക്സ് ക്രിയേറ്റ് ചെയ്ത വാണ്ട വെസ്റ്റ്വ്യൂവിനെ മൊത്തത്തിൽ ഒരു സിറ്റ്കോം തീമിഡ് റിയാലിറ്റിയാക്കി മാറ്റുന്നുണ്ട്. വിഷനെയും തന്റെ മക്കളെയും നഷ്ടപ്പെടാതിരിക്കാൻ ആരെയും കൊല്ലാനും ഏതറ്റം വരെ പോകാനും വാണ്ട മാക്സിമോഫിന് ഒരു മടിയുമില്ല. MCUവിൽ ഏറ്റവും അധികം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് സാക്ഷാൽ ഗോഡ് ഓഫ് തണ്ടറായ തോറിനാണ്. തന്റെ അച്ഛനായ ഓഡിനെ, അമ്മയായ ഫ്രിഗയെ, ബ്രദറായ ലോക്കിയെ, അദ്ദേഹം സഹോദരനെ പോലെ കാണുന്ന ഹെയിംഡാലിനെ, ആസ്ഗാർഡ് എന്ന തന്റെ രാജ്യത്തെ, തന്റെ സുഹൃത്തുക്കളെ, രാജ്യത്തെ ജനങ്ങളെ, തന്റെ ലവറായ ജെയിൻ ഫോസ്റ്ററിന് എന്നുവേണ്ട എന്നിങ്ങനെ സകലതും തോറിന് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ തോർ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല തന്റേതായ ചെറിയൊരു തെറ്റിൽ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ആണ് ഡെസ്റ്റ് ആയി പോകുന്നത്. സോ ആ കാരണം കൊണ്ട് തന്നെ തോർ ഡിപ്രഷനിലേക്കൊക്കെ പോയി തോറിന്റെ ആ ഫിസിക്ക് തന്നെ മാറിപ്പോകുന്നുണ്ട്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ സഹായത്തോടെ താനോസ് സ്നാപ്പ് ചെയ്ത് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ ഡെസ്റ്റ് ആക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കൈക്ക് തന്റെ ഫാമിലിയെയും നഷ്ടപ്പെടുന്നുണ്ട്. ആ വേദനയിൽ ഹോക്കൈ റോണിനായിട്ട് മാറുകയും ആ സമയത്ത് ക്രിമിനൽസിനെ എല്ലാം കൊന്നാണ് അദ്ദേഹം തന്റെ ദേഷ്യവും കോപവും എല്ലാം തീർത്തത്. ഇനി നമുക്ക് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന്റെ കാര്യം നോക്കാം. പീറ്റർ പാർക്കറിന് പേരൻസ് ഇല്ല. അവന് ആന്റ് മെയ്യെ നഷ്ടപ്പെട്ടു. അവന്റെ മെന്ററായ ടോണി സ്റ്റാർക്കിനെ അവന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ലോകത്തിൽ ആർക്കും തന്നെ അവൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവൻ വന്നതെന്നോ അറിയത്തില്ല. അവന്റെ ഫ്രണ്ട്സ് പോലും അവനെ ഓർക്കുന്നില്ല. എന്നിട്ടും പീറ്റർ പാർക്കർ തളർന്നില്ല. അവൻ പ്രതികാരം വീട്ടാൻ പോയില്ല. അവന് ഈ സ്ഥിതി ഉണ്ടാവാൻ കാരണമായ ഒന്നിനെയും അവൻ പഴിച്ചില്ല. അവൻ ലോകത്തെ കുറ്റപ്പെടുത്തിയില്ല. പകരം അവൻ സ്വയം ഒരു സ്പൈഡർമാൻ സ്യൂട്ട് നിർമ്മിച്ച് ന്യൂയോർക്കിലെ ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ മറ്റുള്ള സൂപ്പർ ഹീറോസിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. തനിക്കുണ്ടായ വേദനയെ അവൻ അവഗണിക്കുന്നൊന്നുമില്ല. എന്നാൽ ആ വേദനകൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അവൻ അവന്റെ വേദനകൾ പോലും മറന്ന് മറ്റുള്ളവരെ സഹായിക്കാനാണ് തീരുമാനിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അതിതാണ്. She told me that with great power comes great responsibility.